നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സൂര്യ, ബുക്ക് ചെയ്ത് മതിയോ? ഓക്കെ വിവേകേ, നമ്മുടെ സ്റ്റാഫുകൾക്കെല്ലാം കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കണം. ഓക്കെ. പിന്നെ ജഗത് പട്ടേൽ കമ്പനിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ കമ്പനി പ്രവർത്തനങ്ങൾ കൂളായിട്ട് നടക്കണം. യാതൊരു പ്രശ്നങ്ങളും അദ്ദേഹത്തിന് മുമ്പിൽ വെച്ചുണ്ടാകാൻ പാടില്ല. സൂര്യ, ഞാൻ കുറച്ച് നേരമായിട്ട് ശ്രദ്ധിക്കുന്നു. നമ്മുടെ കമ്പനിയിൽ ഇതിനു മുൻപ് എത്രയോ പേര് വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അവര് വരട്ടെ, നോക്കാം എന്നുള്ള മറുപടിയിൽ നീ പറയാറുള്ളത്. പക്ഷേ ഇതെന്താ ജഗത് പട്ടേലിന്റെ കാര്യത്തില് ഇത്രയ്ക്കൊരു മുൻകരുതൽ? എടാ, ജഗത് പട്ടേലിനെ കൊണ്ട് നമ്മുടെ കമ്പനിക്ക് ഉണ്ടാകാൻ പോകുന്ന നേട്ടം അത് നിനക്ക് മനസ്സിലാവില്ലേ വിവേകേ? അതിന് കുറച്ച് മുൻകൂട്ടി കാണാനുള്ളൊരു കഴിവാ വേണ്ടത്. പിന്നെ ഇന്ത്യയിൽ തന്നെ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ബിസിനസ് ബന്ധങ്ങളിൽ ഒന്നാണിത്. സോ അതിനു വേണ്ട തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തിയേ പറ്റൂ. അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും ഇത് പത്മ മേഡത്തിനും എടുക്കാം. നോ ഡൗട്ട്. ബിസിനസിന്റെ കാര്യത്തിൽ അമ്മയെ ജയിക്കാൻ തൽക്കാലം ആരെ കൊണ്ടും പറ്റില്ല. അപ്പോ അമ്മയുടെ സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ടല്ലേ? യെസ്, എ ബിസിനസ് വുമൺ. പത്മ മാഡം ഈസ് സോ പവർഫുൾ ആൻഡ് സോ ക്ലവർ. ബട്ട് ഹാസ് ഇൻഡിവിജ്വൽ ഒരമ്മ എന്ന നിലയിൽ വട്ടപൂജ്യം. മനസ്സിലായ? ആനന്ദ്, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഞാൻ പറഞ്ഞതുപോലെ അങ്ങ് ചെയ്താൽ മതി. എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിച്ചിട്ട് എന്നോട് എക്സ്ക്യൂസ് പറയാൻ വന്നേക്കരുത്. പറഞ്ഞു കേട്ടല്ലോ. താൻ എന്തിനാ പത്മ ഇത്രയും ടെൻഷൻ എടുക്കുന്നത്? എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ? ജഗത് പട്ടേൽ വന്നിട്ട് ഈ എഗ്രിമെന്റ് ഒപ്പിട്ട് തിരിച്ചു പോകുന്നത് വരെ എനിക്ക് ടെൻഷനാ. അയ്യോ, ബിസിനസ്സിൽ പല അട്ടിമറികളും എപ്പോ വേണേലും സംഭവിക്കാം. നോക്ക്, ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? നിങ്ങൾ സൂര്യ ഒന്ന് വിളിച്ചു നോക്കിയേ. എടോ, അക്കാര്യത്തിലൊന്നും തനിക്ക് സംശയം വേണ്ട. അയ്യോ, എനിക്ക് സംശയമുണ്ട്. കമ്പനിയിലെ ക്യാബിനിലിരുന്ന് മദ്യപിക്കുന്നവൻ അവൻ, കൂടെ ആ വിവേകം ഉണ്ട്. അങ്ങനെ ഒരു കണ്ടീഷനിൽ ജഗത് പട്ടേലിനും കൂട്ടി നമ്മൾ അവിടെ എത്തിയാലേ പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാലോ. നിങ്ങളൊന്ന് വിളിച്ചേ. ഹലോ അച്ഛാ. സൂര്യ, അവരെത്താറായി. കമ്പനിയിലെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ? ഡോൺ വറി അച്ഛാ, കമ്പനിയിലെ കാര്യങ്ങൾ പരിപൂർണമായിട്ട് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാം എന്റെ നിയന്ത്രണത്തിലാണ്. ജഗത് പട്ടേൽ വരുമ്പോ അച്ഛൻ പറയാറില്ലേ, എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകള്. അങ്ങനെയായിരിക്കും കാണുക. അത് മതി. പിന്നെ ഞാൻ മദ്യപിച്ചിട്ടുണ്ടോന്നായിരിക്കും. ഇല്ല അച്ഛാ, എത്ര വലിയ കാര്യമാണ് നടക്കാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സോ അതിന്റെ സീരിയസ്നെസ് എനിക്കുണ്ട്. അച്ഛൻ ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ പത്മ മേഡത്തിനോട് കൂടി ഒന്ന് പറഞ്ഞേക്ക്, എന്നെ ഓർത്ത് ടെൻഷൻ ആവണ്ടെന്ന്. ശരി. ഭാഗ്യം, ഇങ്ങനെയും ഒരു നല്ല കാര്യം ചെയ്യാൻ തോന്നിയല്ലോ അവന്. അവൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കാണണമെന്ന് തനിക്ക് ആഗ്രഹമില്ലേ? അത് പിന്നെ ഇല്ലല്ലോ.
പത്മ അദ്ദേഹമാണെന്ന് തോന്നുന്നു. വാ. It's just another fact of life for me, really. Watch 'em make you break it down, the music will just ooze. What you wanna do? Oh man, it's on you. What you wanna do? Oh man, it's on you. People wanna step into the party and job. Watch 'em make you ഗുഡ് മോർണിംഗ്. ഹലോ സർ. ഗുഡ് മോർണിംഗ് സർ. ooze. It's How do you do? another fact of life for me, really. What you wanna do, baby? നമസ്കാരം. It's on you, baby. ഹായ് ശിഖർ. ഗുഡ് മോർണിംഗ്. ഇത് മിസ്റ്റർ യതീന്ദ്രദാസ്. ആ വെൽക്കം സർ. താങ്ക് യു. സർ, ഇത് മിസ്സസ് പത്മ യതീന്ദ്രദാസ്. ഐ ഹാവ് ഹേർഡ് അബൌട്ട് യു. താങ്ക് യു സർ. വരൂ. വരൂ. ഇരിക്കൂ. താങ്ക് യു. Sir, she's Indraja, my elder daughter. ഹലോ. Hello. This is Vijay, Indraja's husband. He's our project manager. ഹായ് വിജയ്. ഹലോ സർ. And she's Veda, my little one. ഹായ്. ഹായ് സർ. ആക്ച്വലി ഭക്ഷണം ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ സാറ് നല്ല ത്രില്ലായിരുന്നു. ബിക്കോസ് ഞാൻ ഇപ്പോഴാ അറിയുന്നത് സാറിന് കേരള ഫുഡിനോട് ഒരു ക്രേസ് ഉണ്ടെന്ന്. You know what is the reason? Actually, I am a half Malayali. Eh? Really? അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടോ? യെസ് യെസ്. എന്റെ അമ്മ കൊല്ലംകാരിയാണ്. ഓ, കൊല്ലം. കൊല്ലത്ത് കൊട്ടിയം. അത് ശരി. സാറിന്റെ അമ്മ മിലിറ്ററി നഴ്സിംഗ് വേണ്ടി നോർത്തിൽ പോയതാ. അവിടെ വെച്ചാ സാറിന്റെ അച്ഛൻ വിനായക് പട്ടേലിനെ കാണുന്നതും വിവാഹം കഴിക്കുന്നതും. അയ്യോ, ഇറ്റ്സ് റിയലി വണ്ടർഫുൾ സർ. സാറ് കേരളത്തിലിടയ്ക്ക് വരാറുണ്ടോ? ഐ തിങ്ക് ഒരു 15 years ബിഫോർ ഞാൻ വന്നിട്ടുണ്ട്. അമ്മയുടെ തറവാട്ടിലൊരു മരണത്തിന് ഒരു 16 days ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ആക്ച്വലി കേരളത്തിലെ ഭക്ഷണ രീതികളുമായി ഐ വാസ് സോ യൂസ്ഡ് ടു.